ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഗൈസ് കിച്ചണിലാണ് ഇന്ന്. 3 പെണ്ണുങ്ങളും പാടെ കിച്ചണിലെ തകൃതിയിലുള്ള പണിയാണ്. ഏതര മീൻ, സിനുവിൻ്റെ വലിപ്പത്തിലുള്ള മീനിൻ്റെ നടുഭാഗത്തുനിന്ന് ഒരു ലേശം വാങ്ങി വന്നതാണ്. പിന്നെ ഇവിടെ ഇതാ പുതിയാപ്പിളക്കോര. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പുതിയാപ്പിളക്കോര എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലെന്താ പറയുക? പുതിയാപ്പിളക്കോര തന്നെ. നിങ്ങളുടെ നാട്ടിലെന്താ പറയുക? കസ്തൂരി മീൻ. നിങ്ങളുടെ നാട്ടിലല്ലേ? ചക്കര നാട്ടിലെ പൂമീൻ എവിടെ പറയാ? അറിയോ? കിളിമീൻ. നിങ്ങളുടെ കിളിമീൻ പറയില്ലേ? എവിടെ? കൊല്ലത്തില്ലേ? ഇത് കിളിയല്ലേ? പിന്നെ എന്ത് മീനാ? പുതിയാപ്പിള. നമ്മൾക്ക് പുതിയാപ്പിളക്കോര. നിങ്ങക്ക് അതിനെ വേറെന്തോ പറയും ഗൈസ്. അപ്പോ ഈ ഇങ്ങനത്തെ റോസ് കളറ് മീൻ കൊല്ലത്ത് തിരുവനന്തപുരത്ത് എന്താണ്? അത് വേറെ റെഡ് കളർ മീൻ, തൊലി പൊളിച്ച മീൻ. അതാണ് എന്നോട് വേണമെന്ന് ചോദിച്ചത്. അപ്പം ഞാൻ ഇതിങ്ങനെ അന്ന് രസമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത് കേദരയാണ് ഗൈസ്. അങ്ങനെ ഇതാരും ഉണ്ടാക്കിയതാ? നമ്മുടെ താഴത്തെ പെരയിലെ സ്പെഷ്യൽ മാങ്ങ കൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ അച്ചാർ. ഈ നാട്ടിലെ പഞ്ചായത്തിലെ കംപ്ലീറ്റ് ആൾക്കാർക്ക് ഉള്ളത് ഒരുമിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഇത് എത്ര ദിവസത്തിനുള്ള ആരവിടെ അച്ചാർ ഇങ്ങനെ തിന്നുന്ന ആള്? ഞാൻ തിന്നില്ല. പിന്നെ ഈ കണ്ട അച്ചാർ ആരാ തിന്നല്? ഉണ്ടാക്കിട്ട് ഫ്രിഡ്ജിൽ വെക്കല. ചോറ് ബോധനേരി വാങ്ങാനാണ് മറന്നുപോയത്. ഇനി വരുമ്പോ വാങ്ങാം. ഇത് ഉണ്ടാക്കണില്ലേ മുളക്? ഇപ്പോൾ ഈ മുളക് നമ്മള് സാധാ ബജ്ജി ഉണ്ടാക്കണാണ്. ഇതിനെ നമ്മളെന്താക്കും, നടു കീറി ഉപ്പിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സാവുന്നുണ്ട് ഗൈസ്. ഈ ഡയറ്റ് എടുക്കുന്ന അങ്ങനെ കണ്ടമാനം എണ്ണ എടുക്കരുത്. ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ഒലീവ് ഓയിൽ ഞാൻ എടുക്കണുള്ളൂ. ഓക്കെ, ഇത്ര ഈ ഫുള്ളൊന്നും ഉണ്ടാക്കണ്ട, മസാല ആക്കി വെക്കുക. ഇതൊക്കെ പാടൊന്ന് അറ്റാക്ക് വന്ന് പോവില്ലേ? മീൻ നല്ല വലിപ്പല്ലേ, നല്ല സ്മൂത്ത് ഇല്ലേ? തിന്നുമ്പോൾ അത് ഉണ്ടായാൽ മതിയായിരുന്നു. ഓക്കെ, രസം ഉണ്ടാവൂലേ? ചക്കര എന്താ കാട്ടുന്നത് കൂടെ? വെളുത്തുള്ളി നന്നാക്കി. ഓക്കെ, അങ്ങനെ കിച്ചണിലാണ് പണികൾ. ഇനി ഇവിടെ വേറെ എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കട്ടെ. ആരാത്? ഇത് ഇന്നലത്തെ സാമ്പാർ തൂമിക്കുന്നുണ്ട്, മിന്നാത്ത പയറ് തൂമിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വെക്കണൊന്നും തിന്നണില്ല. അതിനെന്തും തിന്നാത്താരും. അപ്പൊ ഈ വീട്ടിലെ തീറ്റി ഞാനിരുന്നു. പച്ചക്കറിയൊക്കെ തിന്നോളി, മീനും ഇറച്ചിയല്ല തിന്നുന്നുണ്ട്. പച്ചക്കറിയൊക്കെ നല്ലോണം കഴിച്ചോളി കേട്ടോ. ഓക്കെ, വേറെന്താ ഉണ്ടാക്കണേ? അങ്ങനെ കഴിച്ചു. ഉമ്മാന്റെ പല്ല് പറിച്ച് ഇന്ന് പ്രാവശ്യം വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ട് എനിക്ക്. പണ്ട് പല്ലോ ബാക്കി അവിടെ മുടിഞ്ഞോ? പിന്നെ എന്തിനാ അവിടെ പോയി ഇത്ര ഇടങ്ങാറായിട്ട്? കത്തിയോട്ട് തുറന്നെടുക്കുകയാണെങ്കിൽ കത്തിയോട്ട് തുറന്നെടുത്തോ? ഇനി എന്ന് വരാനാ പറഞ്ഞേ? തരിപ്പിച്ചൊന്നല്ലേ? തരിപ്പിക്കാതെ എങ്ങനെ പറിക്കുക? ഓക്കെ, അപ്പൊ എന്തായാലും പല്ലൊക്കെ പറിച്ച് ഇനി പല്ല് വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എന്ന് വരാനാ പറഞ്ഞേ? അടച്ചപ്പോ ഒന്ന് വേദന കുറവില്ലേ? അപ്പൊ ആക്കല്ലേ, പല്ല് പോയാലെന്താ വേദന മാറിയില്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇനി പല്ല് നമുക്ക് വെക്കണം. ചക്കരുടെ പല്ലോ അടച്ചോ? അല്ലേ, അത് 3 ദിവസത്തിനാണേ. അത് നിങ്ങൾ എടുത്തോളൂ. നിങ്ങളെ ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ വെച്ചായിട്ടാ. എനിക്ക് 2 ദിവസത്തിനുള്ള വെച്ചാൽ മതി. ഒരു 200 ഗ്രാം 200 ഗ്രാം വെച്ചിട്ട്. അന്ന് നിങ്ങൾക്കുള്ളത് ഉച്ചക്കുള്ളത് ഇന്ന് പൊരിച്ചോളി. വൈകുന്നേരത്തേക്ക് പുതിയാപ്പിളക്കോര എടുത്തോളി. ഈ ഉച്ചക്ക് ക്ലാസ്സിന് പോവാണ്ട്. പഠിപ്പിക്കേണ്ട കാലത്ത് എന്തായാലും ഞാൻ പഠിച്ചില്ല. ഇപ്പോഴാണ് പഠിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഉച്ചക്ക് ഇരുന്നിട്ട് കുട്ടികളൊപ്പം ഇരുന്നിട്ടേ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുട്ടികൾ, ഞാൻ എൻ്റെ നടുവിലും. എന്ത് ഇന്ന് പണം ഉണ്ടാക്കാൻ ഓടുമ്പോൾ വിദ്യാഭ്യാസം കൂടി വേണം. അപ്പോൾ പിന്നെ ഞാൻ തന്നെ പഠിക്കണ്ടേ? അപ്പം ഞാൻ പഠിക്കണ കോഴ്സും ഞാൻ പഠിക്കണ ക്ലാസ്സും പിന്നെ ഞാൻ എന്താ പഠിക്കണം എന്നൊക്കെ ഞാൻ പഠിച്ച് പകുതി അതിന് ശേഷം കേസ് പറഞ്ഞുതരുള്ളൂ. ഉച്ചക്ക് 2 മണിക്ക് ഞാൻ ഇവിടുന്ന് ക്ലാസ്സിന് പോകും. 4 മണിക്ക് ഞാൻ വരും. 2 മണിക്കൂറാണ് എനിക്ക് ക്ലാസ്. കമ്പ്യൂട്ടർ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1 വീക്കായിട്ട് ഞാനിപ്പോൾ ക്ലാസ്സിലാണ്. നമ്മളെയും കൊണ്ട്
പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഗൈസ്. നമ്മൾ എന്ത് വിചാരിച്ചാലും നമ്മളെ കൊണ്ട് പറ്റും. നിങ്ങളെയും ചേർത്തണോ? ആദ്യം അംഗൻവാടിയിൽ അലേഖനെ കൊണ്ടാക്കുമ്പോൾ നിങ്ങൾ പോയിക്കോളി. നിങ്ങൾക്ക് ആദ്യം A to Z പഠിക്കണം. ABCD ഫുൾ അറിയോ? പിന്നെ എന്തിനാ കമ്പ്യൂട്ടറിൽ ഇരുത്തണേ? 1, 2 ഫുൾ അറിയോ? മലയാളത്തിലോ? ഇലക്ഷന്റെ ലാസ്റ്റ് പ്രചാരണമാണ്. ഇനി പ്രചരിക്കരുത്. 9-ാം തീയതി വോട്ട്. ഉമ്മാന്റെ വോട്ട് ലിസ്റ്റ് വന്നോ? ചക്കരക്ക് വോട്ടോ? അവിടെ അണക്ക് വോട്ടോ? അവിടെ നിങ്ങളൊക്കെ വോട്ട്. എൻ്റെ വോട്ട് ഇങ്ങോട്ട് മാറ്റണം. എൻ്റെ റേഷൻ കാർഡ് ഇങ്ങോട്ട് മാറ്റാണ്ട് കുറേ പണികളുണ്ട്. അക്ഷയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ റേഷൻ കാർഡും കാര്യങ്ങളും കുട്ടിയ റെഡിയായി. അന്ന് തന്നു. സോപ്പിന്റെ കാര്യം പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. ഈ സോപ്പ് എന്തിനുള്ളതെന്നറിയോ? ഇതെന്ത് സോപ്പാ? 20 കൊല്ലം നിക്കണ സോപ്പാണ് ഇത്. പോയിട്ട് ഇതോട്ട് കുളിക്കാൻ നിക്കരുത്. ചില എന്റെ അടുത്ത് ഏതെങ്കിലും ഒന്നിലും ഉറച്ചിക്ക് 12 കൊല്ലോ 2 കൊല്ലോ. അത് എന്തിനുള്ള മനസ്സിലായോ? നീന്റെ മണം പോവാൻ വേണ്ടിട്ട്. അതാ ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സോപ്പ് ഒന്നും ഉപയോഗിച്ചു. നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അതായത് മീനിന്റെ മണം പോവാൻ വേണ്ടിയിട്ടാ സോപ്പ്. ആ പത വരാത്ത സോപ്പ്. ഇരുമ്പുമ്മ സ്റ്റീലിന്റെ എന്തോ ഒരു സാധനമാണ് അതൊക്കെ. എന്തായാലും ഒക്കെ പരീക്ഷിച്ച് നോക്കി. എന്ത് തല വെയിൽ കൊള്ളിക്കണ്ട. അതില് വേറെന്തോ ഒരു ഇതുണ്ട്. ആ നോക്കട്ടെ, മണം ഉണ്ടോ നോക്ക്. മണം ഉണ്ട് എന്നുണ്ടെങ്കിൽ വെറുതെ തിരുമ്പോട്ടോ. പോയോ? മണം പോയി. നിങ്ങളുടെയൊക്കെ പെരയിൽ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഉള്ളി, വെളുത്തുള്ളി, ഇറച്ചി. മണം പോയോ? ഒന്ന് മണത്ത് വെക്ക. സോപ്പല്ല മണക്കേണ്ടത്. ഇവിടെയൊക്കെ ഇരിക്കാൻ സ്ഥലമുണ്ട്. പോയി ഇരിക്കണത്. മാങ്ങ പഴുത്ത മാങ്ങ. അലേഹാ മാങ്ങ എടുത്ത് എറിയില്ലേ? അലേഹാ ഇതെന്തിരീ ഇറക്കില്ലാത്ത കുപ്പായ കഴിഞ്ഞിട്ട് കൊടുത്തിക്കണേ? ഞാൻ കൊടുക്കാനായിക്കണേ. നോക്കി ഐസ്ക്രീം എനിക്ക്. ആ കുക്കമ്പറോ ഒക്കെ കട്ട് ചെയ്ത് വെക്കിട്ടോ. മസാല എനിക്കും നിങ്ങൾക്കൊക്കെ നല്ല പീസുകൾ മാറ്റി വെക്കണോ? എനിക്ക് 4 പീസ് മാറ്റി വെച്ചാൽ. ഇതിൽ വെളിച്ചെണ്ണ ചേർക്കൂലല്ലോ? എനിക്കൊരു 200 ഗ്രാം. അതൊക്കെ മുളക് പൊടി ഇട്ടിട്ട് ഇത്രയൊക്കെ വേണം. അത് കഴിഞ്ഞിട്ട് വേറെ മുളക് പൊടി ഉണ്ടോ? മണ്ടു പതിയെ തോടിക്കൂടെ. എൻ്റെ ഡയറ്റിങ് ഫുഡ് ഒരുങ്ങിയിട്ടുണ്ട്. ബ്രോക്കോളി, കുക്കുംബർ, മീന്, പിന്നെ കുറച്ച് ചോറ്, കുറച്ച് കറി. ഓക്കെ, ഇതിലൊന്നും വെളിച്ചെണ്ണ അല്ല കേട്ടോ. ഇത് ഒലീവ് ഓയിലാണ്. ഇത്രയും മീന്, ഇത്രയും ബ്രോക്കോളി, ഇത്രയും കുക്കുംബർ. ഓക്കെ, അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു. എൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ വേണ്ടി പോവാണ് മക്കളെ. സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പോൾ 2 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അത് പഠിച്ച് കഴിഞ്ഞ് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ചാനലിലേക്ക് വീഡിയോ എടുക്കണം. പണി തന്നെയാണ് പണി. പിന്നെ നമ്മുടെ തുന്നിയിലെ നെക്സ്റ്റ് സ്റ്റോക്ക് അതിൻ്റെ ഈ ആഴ്ചയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ എത്തുന്നതാവും. വിഷുവിന് സ്പെഷ്യൽ ആയിട്ടൊക്കെ ഡ്രസ്സ് വരുന്നുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ ഡ്രസ്സിൽ ഒരുപാട് ആൾക്കാർക്ക് കിട്ടാത്തവരുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസും നമ്മൾ കൂട്ടിയിട്ട് വരുന്നുണ്ട്. പ്ലസ് സൈസ് ഉണ്ട്, XXL ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വരും ദിവസങ്ങൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അറിയിക്കാം. എന്തായാലും നെക്സ്റ്റ് വീഡിയോ എടുക്കാം.